തറവാട് ഭാഗം വെച്ചപ്പോ രാധികയുടെ അച്ഛൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. ജ്യേഷ്ഠാനുജന്മാര് കൂടി കൽപ്പിച്ചു കൊടുത്തത് വാങ്ങി പടിയിറങ്ങി പോന്നു. ഈ വീട് വാങ്ങാനുള്ള വക കഷ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോക്ക് ഒരു ജോലി കണ്ടി നടക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. ഇപ്പൊ തറവാടിത്തം മാത്രമേ സമ്പത്തായിട്ടുള്ളൂ. ഈ കാണുന്ന പകട്ടൊക്കെ വെറും നാട്ടിയ. വലിയ വയ്ക്കൽക്കാരുടെ അന്തസ് കാക്കാനുള്ള ഒരു കളി ഒരുക്കും. സത്യം പറഞ്ഞ ഈ വീട് പോലും പണയത്തില്ല. ജീവിതാവുമ്പോ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അന്തസ്സും അഭിമാനവും പണയം വെക്കാതെ ഒരു കുടുംബം തീറ്റിപ്പോറ്റി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ സുഭദ്ര. ഒരു കുടുംബോ 2 കുടുംബത്തിന്റെ വിഷമം ഫുള്ളായിട്ട് അറിയുന്ന ആളാണ് മാഷി, അല്ലേ? വേണ്ട. അല്ല, മാഷ് ജീവിതാനുഭവങ്ങൾ ഏറെയുള്ള ആളാന്ന് പറഞ്ഞതാ. ഞാൻ വന്നത് മറ്റേ കാര്യത്തെ കുറിച്ചൊരു തീരുമാനം അറിയാനാ. പറയുന്നുണ്ടെന്ന് തോന്നരുത്. സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ നിന്ന് പോന്നത് മുതൽ ഈ മറ്റേ കാര്യം എന്താന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. എന്താടോ ഇത്? താനല്ലേ പറഞ്ഞു ഇവർക്ക് താല്പര്യം ഉണ്ടെന്ന്? അതെ, അതായത് ഈ ആങ്ങളൊക്കെയുള്ള സ്ത്രീകളെടുത്ത് പെങ്ങളെ കെട്ടിക്കൽ ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ആങ്ങളിക്കുള്ള സ്ത്രീധനോ? അതേന്ന് ഒന്നും തോന്നാട്ടെ. അവിടെ ഇരുന്നാ മതി, അവരിപ്പോ വരും. കാപ്പി. രാധികക്കുട്ടീനെ കൃഷ്ണൻകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ കുറുപ്പ് മാഷക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ കൊടുത്ത 40,000 ഉറുപ്പ കൊണ്ടാണ് അമ്മുക്കുട്ടിയുടെ കാര്യങ്ങൾ കുറുപ്പ് മാഷ് ഒരു ഉറപ്പിലാക്കിയത്. അത് രാധികക്ക് വേണ്ടി കൊടുത്ത സ്ത്രീധനാണ് കുട്ടിക്കോളി. മുടക്കൊന്നും പറയരുത്, കൈ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ഒരു ടിക്കറ്റിന് 2 സമ്മാനം അടിച്ച മാതിരിയാ. ഒരു ജോലിയും ഒരു ഭർത്താവും. ഒരു മിനിറ്റ് പറഞ്ഞോളേ. ഇവിടെ അല്ല, അവിടെ ചെല്ല്, ഞാനിപ്പോ വരാം. കുറുപ്പ് മാഷിന്റെ മകനുണ്ടല്ലോ മാധവൻകുട്ടി, അവനെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് മാഷിനൊരു മോഹമുണ്ട്. ആ ടീച്ചറിന് ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതമാണ്. മാധവൻകുട്ടിയാണെങ്കിൽ രാധിക അല്ലാതെ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിരിക്കുക. അതിപ്പോ ഒക്കെ ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത്. അമ്മച്ചി ഒന്നും മിണ്ടാ, നമുക്ക് ആലോചിച്ച് സൗകര്യം പോലെ നടത്താം. എന്താ മറ്റേ കാര്യം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. രാധികയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മത. മാത്രല്ല, ഇങ്ങനൊരു ആലോചന വന്നത് എന്റെ മോളുടെ ഭാഗ്യം എന്നാ ഞാൻ കരുതണേ. പക്ഷേ രണ്ടുപേരിൽ ആർക്കു വേണ്ടിയാന്നുള്ള തീരുമാനിക്കേണ്ടത്? അല്ല, ഇതിലിപ്പോ പ്രത്യേകിച്ച് എന്താ തീരുമാനിക്കാനുള്ളത്? മാധവൻകുട്ടിയാണല്ലോ മൂത്തത്, അപ്പൊ ഫിക്സ് ഫിക്സ്. എന്ത് ഫിക്സ്? ഇവിടെ മൂത്ത കളയെന്നുള്ള പ്രശ്നമൊന്നുമില്ല. മാധവൻകുട്ടി ജനിച്ചത് എങ്കിലും ആദ്യം ജനിച്ചത് മാധവൻകുട്ടിയാണല്ലോ. എനിക്ക് 2 ആളും ഒരുപോലെ എന്നൊക്കെ പറഞ്ഞ അവര് തമ്മിൽ ഒരു അംഗം വെട്ടി നോക്കിയാലോ? അംഗം വെട്ടാൻ അവന്മാരെന്റെ ചേകവന്മാർ. പിന്നെ കരാട്ടാവല്ലേ മാഷെ? അതിനും നല്ല ലക്കടിപ്പാ. ലക്കടിപ്പാ? ആ, നീ ലോട്ടറി നറുക്കെടുക്കും പോലെ. അംഗം വെട്ടി നറുക്കെടുപ്പ് ഒന്നും വേണ്ട. ഇവളുടെ ജാതകം ആർക്കാ ചേരുന്നെന്ന് വെച്ചാ അത് നടത്താൻ എനിക്ക് സമ്മത. അതാണ് അതിന്റെ ശരി. എന്റെ പരിചയത്തിൽ ഒരു കണിയാറുണ്ട്. കാര്യം പറഞ്ഞ കറക്റ്റ് മീറ്ററാ. ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവില്ല. മീറ്റർ പോയിന്റ് ഒക്കെ വെച്ച് പോലെ എന്റെ ഓട്ടോറിക്ഷ മാറ്റാണ്. വേണ്ട, ആരും കയർ പൊട്ടിക്കണ്ട. പൊരുത്തം നോക്കി കൃത്യമായിട്ട് പറയണ ഒരാളെ എനിക്കറിയാം. രാധികയുടെ ജാതകം തന്നയക്കുന്നോണ്ട് വിരോധമുണ്ടോ? എനിക്കൊരു വിരോധവും ഇല്ല. പ്രതിനിധികൾക്ക് തൃപ്തിക്കുറവൊന്നുമില്ലല്ലോ. സന്തോഷേ ഉള്ളൂ. കൃഷ്ണൻകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കും. മാധവൻകുട്ടി ഞാൻ പറയുന്നതിനപ്പുറം നിൽക്കില്ല. മതി. തന്റെ പേരെന്താ? അത് മാഷിക്കാരനൂടെ. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. നമ്മളെ പേര് അന്ത്രു. തന്റെയോ? മണികണ്ഠൻ. തന്നോട് ചോദിച്ചില്ല. നെക്സ്റ്റ് PKS മണികണ്ഠൻ. എന്നാ എന്റെ പേര് കുറുപ്പ് മാഷെന്ന. മുല്ലേത്ത് ബാലകൃഷ്ണ കുറുപ്പ്. മാധവൻകുട്ടിയുടെയും കൃഷ്ണൻകുട്ടിയുടെയും അച്ഛൻ ഞാനാ. അവരോട് ഇക്കാര്യം പറയാൻ പ്രത്യേകിച്ച് വില കുറഞ്ഞ ബ്രോക്കർമാരുടെ ആവശ്യമില്ല. ബ്രോക്കർ ബ്രോക്കർ. പറഞ്ഞോളൂ. സ്ത്രീ മകം നക്ഷത്ര ജാതയായതിനാൽ രോഹിണി നക്ഷത്രത്തെ പിറന്ന മാധവൻകുട്ടിയായിട്ടാണ് കൂടുതൽ പൊരുത്തം കാണുന്നത്. അപ്പൊ കൃഷ്ണൻകുട്ടിയുടെ മകയിലോ? വിവരമില്ലാത്തോണ്ട് പറയാ. മകയിരം നക്ഷത്രം മകൻ നക്ഷത്ര ജാതയായ സ്ത്രീക്ക് പൊരുത്തമല്ല, ഷഷ്ടാഷ്ടമ ദോഷമാണ്.
ഇത് കരുതി കൂട്ടി ഉണ്ടാക്കിയ ദോഷാണ്. ജാതകം പൊരുത്തപ്പെടുന്ന ആൾക്ക് വേണ്ടി മറ്റേ ആൾ ഒഴിഞ്ഞു കൊടുത്തു കൊള്ളാമെന്ന് കരാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജാതക പൊരുത്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്കില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമില്ല. തനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ മുല്ലേത്ത് കുറുപ്പ് മാഷ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. പൊരുത്തപ്പെട്ട ജാതക പ്രകാരം മാധവൻകുട്ടിയെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഈ കാര്യത്തെ ചൊല്ലി ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞ കാശ് മുഴുവനുണ്ട്. ഞാൻ ഒപ്പിച്ച പണിയാണെന്ന് ആരും അറിയത് എന്റെ തല പോണ കേസാണ്. അതാവൻ ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും. പിന്നെ നീ പോയിട്ട് മണികണ്ഠനോട് കണ്ട് വരാൻ പറയും. അപ്പൊ നമ്മളും പണക്കാരാവും. മണിയേട്ടാ ഒന്ന് കേട്ടോന്നേ. എന്താ വാന്ന് പിന്നെ സത്യം പറയണം. കണിയാരെ ചാക്കിട്ട് എന്റെ ജാതകം പൊരുത്തമല്ലെന്ന് നീ മനഃപൂർവ്വം പറയിച്ചല്ലേ? ഞാനോ? ഹേയ്, എന്തെങ്കിലും തമാശ പറയുമെന്നല്ലാതെ ഇത്തരം ഫ്രോഡ് പരിപാടികളൊന്നും എനിക്കില്ല. മര്യാദക്ക് ചോദിച്ചാ നീ സത്യം പറയില്ലല്ലേ? ഏതവസ്ഥയിലും ഞാൻ സത്യം മാത്രമേ. നിന്റെ അപ്പുറത്തോനെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ പറഞ്ഞ സത്യമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിച്ചൂടി. നോക്കിക്കുന്നുണ്ടാ, എന്നിട്ട് ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്നുകൂടെ കാണാൻ. നീ മിണ്ടണ്ട. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് ഇവൻ തന്നെ പറയും. എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഒന്നുമല്ല. അവനെന്താ വട്ട? സത്യം പറയടാ. സ്റ്റാൻഡ് വന്നാ നിന്നെ അവൻ തല്ലിയത്. അതിന്റെ കാര്യം എന്താന്ന് ഞങ്ങൾ കൂടി അറിയണം. പറയടാ. ഒന്നുമില്ല. അതെ, ഞാനും അവന്റെ പെങ്ങളും തമ്മില് സ്വല്പ പ്രേമത്തില. അതിനെന്താ തല്ലണോ? ഈ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഓട്ടോയിൽ ലാലേട്ടം പ്രേമിക്കുന്നുണ്ടല്ലോ. നീ വാടാ, എടുക്കണ വണ്ടി. സാരമില്ല, ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. മണികണ്ഠ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല. ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മൊത്തം അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമാണ്. അത് വാടാ. അല്ലെങ്കിൽ വാടാ വണ്ടിയിൽ. ഇറങ്ങി വാടാ. അതെ, വേണ്ട, വെറുതെ ആളത്തുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇതിപ്പോ നിന്റെ മാത്രം പ്രശ്നമില്ല. ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഇനി ഞങ്ങൾ തല്ലും. വാടാ. വിട്, വാ. ഞാൻ വരാം. അവൻ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നോ? ഓട്ടോ സ്റ്റാൻഡിൽ ഡ്രൈവറെ തല്ലിയാൽ ആരും ചോദിക്കൂലെന്ന് കരുതിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. എന്താ അവൻ ചെയ്ത തെറ്റ്? നിങ്ങളുടെ പെങ്ങളെ പ്രേമിച്ചതോ? വീട്ടിൽ കയറി നിർദ്ദേശം പറഞ്ഞാ നീ വഴുക്കിലൊന്നും പോണ്ട. പ്രേമിക്കുന്ന തെറ്റൊന്നുമല്ല. പ്രേമിച്ച പെണ്ണ് കെട്ടാതിരിക്കുന്ന തെറ്റ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള യോഗ്യ ഇവനുണ്ട്. ഇറക്കി വീറോ പെങ്ങളെ. നാളാകാതെ ഇറങ്ങി നോക്കടാ. അപ്പൊ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. തൽക്കാലം അങ്ങ് പോവാം. വരട്ടടാ. രണ്ടിനും നടന്നിട്ട് തന്നെ പോവാം. രണ്ടിലൊന്നും തീരുമാനിക്കാൻ നമുക്ക് രണ്ടാമത് ഒന്നുകൂടി വരാം. മണികണ്ഠൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ പോവാ. അതെ, വരണടാ. നേരെ നല്ലതാ. എന്തൊക്കെ ഈശ്വരെ കേക്കണത്? ഒക്കെ കരുതിക്കുട്ടി ചെയ്യുന്നതാ. ആരെന്നറിയോ? അച്ഛന്റെ പുന്നാര മകൻ മാധവൻകുട്ടി. ആ അമ്മുന്റെ കല്യാണം തീരുമാനിച്ചതേ തള്ളയ്ക്ക് മകന് സഹിച്ചിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മാഷ് എന്തായി പറയണേ? എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് സത്യം ചെയ്ത് കയ്യിലടിച്ചത് മാഷ് തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാ. ഇപ്പൊ സമ്മതിക്കില്ല എന്ന് പറയണതും ഞാൻ തന്നെയാ. എന്താ ഇനി തന്നെ കയ്യിലടിക്കണോ? കള്ളുടിച്ചുകൊണ്ട് സ്കൂളിൽ പടി കിടക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ? തനിക്ക് പറ്റില്ലെങ്കിൽ നേരത്തെ തന്നെ പണ്ടാളം കാര്യമില്ലേ? വേണ്ട മാഷെ, വഴക്കൊന്നും പറയണ്ട. ഒക്കെ എന്റെ തലയിലെഴുത്ത. എന്ത് കുറ്റം ചെയ്ത ഈശ്വര നീ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ കുട്ടിയുടെയും ഈ പാവം തള്ളയുടെയും മുഖത്ത് നോക്കിയിട്ട് തനിക്കിത് എങ്ങനെ പറയാൻ തോന്നി? ആരുടെ മുഖത്ത് നോക്കാനുള്ള സമയം എനിക്കിപ്പോഴില്ല. പറയേണ്ടത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടിയുടെ ഭാവിയുടെ പ്രശ്നം അത് മറക്കരുത്. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, താനാ. പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ ഇരിക്കുമ്പോ എനിക്കൊരു കൂട്ടാകുമല്ലോ. എടോ, അയ്യോ വേണ്ട മാഷെ, വേണ്ട. ഇതിന്റെ പേരിൽ ഒരു ഗുരുത്വദോഷം കൂടി എന്റെ മോക്ക് വരണ്ട. ഇറങ്ങിപ്പോണോ എന്റെ മുമ്പിന്ന്? ഞാൻ ഇറങ്ങിപ്പോണോ അല്ലേ? പോവാ, വരട്ടെ.
ഒരു ഉപദേശം. എടോ പിഷാരടി, പിഷാരടി, ഇനി ആള് ഷാപ്പിലായിരിക്കും. വഴിയില്ല, രാത്രി ഉറങ്ങുന്നത് വീട്ടിൽ തന്നെയാണെന്നാ കേട്ടിട്ടുള്ളത്. പറഞ്ഞു പറ്റിച്ചിട്ട് വാതിലും പൂട്ടി അകത്തിരിക്കാതെ ഇറങ്ങി വാളോ പിഷാരടി. ആ, റിട്ടയർഡ് ആയാൽ കൂട്ടിന് എനിക്ക് ആരെയാ വേണ്ടത്? ആ, അതാണോ കാര്യം? പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് തറവാട്ടി പറഞ്ഞ ആൺകുട്ടികൾക്ക് ചേർന്നല്ല മാഷെ. കണിയാരെ കൂട്ടുപിടിച്ച് കള്ളജാതം ഉണ്ടാക്കി പെമ്പിള്ളാരെ തട്ടിയെടുക്കുന്നതായിരിക്കും ആണുങ്ങൾക്ക് ചേർന്ന പണി. ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ കളിയായിരുന്നല്ലേ? അതേടാ, എന്റെ കളി തന്നെയാ. നിനക്ക് ചുണയുണ്ടെങ്കിൽ പിഷാരി മാഷിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് നീ അവർക്ക് ജോലി കൊടുപ്പിക്കൂടാ. ലീവല്ല, വേണ്ടി വന്നാൽ ഇയാളെ കൊന്നിട്ടായാലും ഞാൻ രാധികയ്ക്ക് ജോലി കൊടുപ്പിക്കും. നമുക്ക് കാണാം, 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 കാണും, കണ്ടിരിക്കും. നീ വണ്ടിയിട്. യുദ്ധം തുടങ്ങിയിരിക്കുന്നു മാധവൻകുട്ടി. ഇനി എനിക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കും. എന്താ ഇന്ന് കൂട്ടാൻ? നിന്റെ മോനെന്ത് കൃഷ്ണൂട്ടി? എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു മോനില്ല. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്റെ പൊന്നു സരസ്വതി. നമ്മുടെ മോനെന്ത് കൃഷ്ണൂട്ടി? അവന്റെ കൈ എഴുണോ? ഓ, വിധിയും കഴിഞ്ഞ് കൈ കഴിയ. എന്താച്ചാ? ഒന്നിനുമല്ല, നിന്നെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖം അച്ഛൻ കണ്ടില്ലെങ്കിലേ നിന്റെ മുഖം അച്ഛൻ മറക്കൂടെ പൊന്നുകുട്ടാ. പൊന്നുമോൻ പിഷാരടി മാഷക്ക് ബ്രാൻഡി മേടിച്ചു കൊടുത്തോ? എന്താ രണ്ടാളും കണ്ണൂരിട്ടി കളിക്കണേ? അത് പിന്നെ വേണ്ട, വിശദീകരിക്കണ്ട. മക്കളായ ഇങ്ങനെ തന്നെ വേണം. പാര വെക്കുകയാണെങ്കിൽ അച്ഛനിട്ട് തന്നെ വെക്കണം. അവൻ അങ്ങനൊന്നും ഓർത്തിട്ടല്ല. മിണ്ടി പോവരുത്. പിഷാരടി മാഷക്ക് ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്ത് വശത്താക്കി കുറുപ്പ് മാഷ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും മനപ്പായസം ഉണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. എന്റെ ജോലി രാജിവെച്ചിട്ടായാലും ആ പെൺകുച്ചിന് ഞാൻ ജോലി കൊടുക്കും. മാധവൻകുട്ടിയെ കൊണ്ട് അവളെ കെട്ടിക്കുകയും ചെയ്യും. മുല്ലേത്ത് ബാലകൃഷ്ണ കുറുപ്പായി പറയണേ. നിർത്തണോ? ഒരു ലിഫ്റ്റ്. എവനൊന്നും ഒരു വെളിവില്ലാതാണോ വണ്ടി ഓടിക്കുന്നത്? റോഡാണെന്ന ബോധം എവനില്ല. ചാകാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചത്തൂടെ? ആ, നീയാണോ? എടാ മണികണ്ട, എന്തിനാ കരയുന്നത്? വണ്ടി മുട്ടിയില്ലല്ലോ. എനിക്ക് തെറ്റുപറ്റിയടാ. തെറ്റിയിരിക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് മാപ്പ് പറയണം. വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. നിന്നോടല്ലടാ വേണ്ട. എനിക്ക് കുറുപ്പ് മാഷെ കണ്ട് മാപ്പ് പറയണം. അലോലാതി ചെറുക്കും കാരണം ഞങ്ങളുടെ സൗകര്യം നഷ്ടപ്പെട്ടടാ. എനിക്ക് വെറും കുറുപ്പ് മാഷ് രാജിവെക്കാൻ സമ്മതിക്കില്ലടാ. എനിക്ക് രാജിവെക്കണം. സത്യമാണോ? സത്യം. എന്നാ വണ്ടി കയറ്. ആ, ചേട്ടനെ പോലെ വേഗം ഡീസന്റ് പാർട്ടിയെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാഷ് സ്കൂളിലേക്ക് തിരിച്ചോന്ന് ചോദിക്കട്ടെ. മാഷകത്തുണ്ടോ? അച്ഛൻ സ്കൂളിൽ പോയി. എന്ത്? പിഷാരടി മാഷിന് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. നീ എന്തിനാ അയാളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അയാളെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ ഒരു അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ കിടത്തി പൊറപ്പിക്കൂല. അതിനല്ല, അയാൾക്ക് മാപ്പ് പറയണമെന്ന്. മാപ്പോ? ആ, എന്റെ മഹത്വം മൂപ്പർക്ക് വളരെ വൈകിയാണ് മനസ്സിലായതെന്ന്. എന്താ? അത് മാത്രമല്ല, കൃഷ്ണൻകുട്ടിയുടെ വാക്ക് കേട്ടത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ്. ജോലി രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ എന്ത് വേണോ ചെയ്യാമെന്ന്. നീ വണ്ടി എടുക്ക്. പിടിച്ചിരുന്നോ, ഞാൻ സ്പീഡ് വിടും. വേഗം മാഷിന്റെ അടുത്ത് നിന്ന് വിവരം പറ. ഈ പാവം പൊയ്ക്കോട്ടെ. കളിക്കുന്ന ഓട്ടമില്ല. പോകാൻ വയ്ക്കാം. രാജിവെക്കണതിനെ കുറിച്ച് മാഷ് ഒന്നുകൂടെ ആലോചിക്കും. അച്ഛൻ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിന്റെ തള്ള രാജിവെക്കൂ. രണ്ടാളും രാജിവെക്കണ്ട. പിഷാരടി മാസ്റ്റർ വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ. ഇപ്പൊ എന്തായി? എന്നിട്ട് അയാളെവിടെ? പുറത്ത് ഓട്ടോയിലിരിക്കുക. കുടിക്കുന്നുള്ളൂ. ആള് സാധുവാ. അത്രേ ഉള്ളൂ.
മാഷേ ദേ അച്ഛൻ വിളിക്കുന്നു. മാഷേ പിഷാരടി മാഷേ ദേ അച്ഛൻ മാഷേ അയ്യോ മണിയണ്ട മണിയണ്ട അയ്യോ മാഷേ മണിയണ്ട മറികെ മാഷേ അയ്യോ എന്ത് പറ്റി? പഠിച്ചോനെ മയ്യത്തായി തോന്നുന്നു. അയ്യോ എന്ത് കൊടുത്താടാ നിങ്ങൾ ഇയാളെ കൊന്നത്? ഞങ്ങളൊന്നും കൊടുത്തില്ല. അയ്യോ ഞങ്ങളൊന്നും കൊടുത്തില്ല സത്യമായിട്ടും. ഇതെന്താണ്? ഇത് ടിക്-20. എന്റെ ഈശ്വര, ടിക്-20 കളിക്ക് കൊടുത്തോടാ ദ്രോഹികളെ. അയ്യോ ഇതെന്റെ വണ്ടിയില് മോട്ടയ്ക്ക് അടിക്കാൻ വേണ്ടി വച്ചിരുന്നതാ. ഇനി ദാഹിച്ചപ്പോഴാണ് അടുത്ത് കുടിച്ചു കാണോ? ദാഹിക്കുമ്പോ ടിക്-20 ആണ് എടുത്ത് കുടിക്കേണ്ടത്. പിന്നെ എന്തിനു ഇത് കുടിച്ച്? എല്ലാരും പറ പിശാചിനെ കൊന്നിട്ടിരിക്കണ. ഞങ്ങൾ നിരപരാധികളാണ്. അയ്യോ അയ്യോ, ഇയാളെ കൊന്നു. ആരെങ്കിലും പോലീസിനെ വിളിക്ക്.